Praise God. Welcome to the journey through the Bible books. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലെസൺ നമ്പർ 52 ആണ്. അതായത് ഹഗ്ഗായിയുടെ പ്രവചന പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. പഴയ നിയമത്തിലെ ഒടുവിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് സെഖറിയാവും മലാഖയും പുസ്തകങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് പുസ്തകങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹഗ്ഗായി എങ്ങനെയുള്ള ഒരു പ്രവാചകനായിരുന്നു, താൻ എന്താണ് ചെയ്തത്, ഒരു അനിശ്ചിതത്വത്തിൻ്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റിയുടെ മധ്യത്തിൽ ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് നയിച്ച ഒരു മഹാനായ പ്രവാചകനായിരുന്നു ഈ ഹഗ്ഗായി എന്ന് പറയുന്നതായ പ്രവാചകൻ. ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെയും ജീവിതത്തിൽ പലപ്പോഴും അൺസർട്ടനിറ്റി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അനിശ്ചിതത്വം എന്താണ്, നമ്മൾക്ക് മുൻപോട്ട് ചെയ്യുവാൻ സാധിക്കുന്നത്, എന്ത് ചെയ്താൽ മുൻപോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ ഈ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനവും നമ്മളെ മുൻപോട്ട് പോകാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ലെസണിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഹഗ്ഗായി എന്ന് പറയുന്ന ഈ പ്രവാചകൻ ആരായിരുന്നു, ഏത് കാലത്ത് ജീവിച്ചിരുന്നു എന്ന് നമ്മൾ പഠിക്കും. അന്നത്തെ ജനങ്ങൾ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ ജീവിത രീതികൾ, ദൈവം അവർക്ക് വേണ്ടി നിയോഗിച്ചതായ ആ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു ദൈവം കൊടുത്തതായ മെസ്സേജസ്. ഈ പുസ്തകത്തിലെ വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മളെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനമായി തീരും എന്നുള്ളതായ വിഷയങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് ഈ ഹഗ്ഗായി പ്രവാചകൻ ഏത് കാലത്താണ് ജീവിച്ചിരുന്നത് എന്ന് ഈ പുസ്തകത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ബാബിലോണിലേക്കുള്ളതായ യാത്രയ്ക്ക് മുമ്പായിട്ട് തന്നെ അവിടെ ജീവിച്ചിരുന്നതായ ഒരു ആളായിരുന്നു ഹഗ്ഗായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ ദേവാലയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്നാൽ രണ്ടാമത് പണിയുന്നതായ ഈ ദേവാലയം അതിനേക്കാൾ ശ്രേഷ്ഠമേറിയതാണ് എന്ന് പറയുമ്പോൾ ഏകദേശം 70 വർഷക്കാലം പ്രവാസത്തിൽ കഴിഞ്ഞുകൂടിയതിനു ശേഷമായിട്ട് തിരിച്ച് യെരുശലേമിലേക്ക് വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന് 70-75 വയസ്സ് എങ്കിലും പ്രായമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു ഈ ഹഗ്ഗായി പ്രവാചകൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബാബിലോണിലേക്ക് പ്രവാസത്തിൽ പോയവർ അവിടെ 70 സംവത്സരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഏകദേശം 52,000 പേര് തിരിച്ച് യെരുശലേമിലേക്ക് ഒരു യാത്ര ചെയ്തതായിട്ട് നമ്മൾക്ക് എസ്രായുടെ പുസ്തകത്തിൽ വിശദമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത് കോരേശ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആണ് ആ യാത്രയ്ക്കുള്ളതായ എല്ലാ ആനുകൂല്യങ്ങളും നൽകി കോരേശ് രാജാവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ യാത്ര ആരംഭിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അന്ന് യെരുശലേമിലെ ഗവർണറായിട്ട് സെരുബാബേലിനെ നിയമിച്ചിരുന്നു. അതുപോലെ തന്നെ പുരോഹിതനായിട്ട് യോശുവ എന്ന ഒരു പുരോഹിതനെയും അവിടെ നിയമിച്ചിരുന്നതായിട്ട് നമ്മൾക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അന്നത്തെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഈ 52,000 പേര് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. എന്നാൽ അന്നത്തെ യെരുശലേമിൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. 70 സംവത്സരം കൃഷികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ
വളരെ ശൂന്യമായി കിടന്നിരുന്നതായ ഒരു പട്ടണമായിരുന്നു ഈ യെരുശലേം എന്ന് പറയുന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ എല്ലാം തന്നെ ആദ്യം മുതൽ തുടങ്ങേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നു. കൃഷികളൊക്കെ പുതിയതായിട്ട് തുടങ്ങണമായിരുന്നു. അവർക്ക് വീടുകളൊക്കെ വെക്കേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ മുൻഗണന അവർ കൊടുത്തത് ആലയം പണിയുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് കോരേശ് രാജാവും തനിക്കൊരു ദർശനം കിട്ടിയ പ്രകാരം ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ വേണ്ടി നിങ്ങൾ മടങ്ങിപ്പോവുക, അതിനുള്ള വേണ്ട എല്ലാ ഒത്താശകളും ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടേക്ക് പറഞ്ഞു വിട്ടതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിൽ കടന്നു വന്നതായ ഈ ജനങ്ങൾ യെരുശലേമിലെ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. എല്ലാം ഇടിഞ്ഞ് മറിഞ്ഞ് കിടന്നിരുന്നതായ ആ കല്ലുകൾ കൂമ്പാരത്തിൽ നിന്നും അവർ ഈ യെരുശലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനം പണിതതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ചുറ്റുപാടുമുള്ളതായ ജാതികളൊക്കെ വളരെ എതിർപ്പുകൾ കാണിക്കുകയും അവരോട് വളരെ ക്രൂരമായിട്ട് ഇടപെടുകയും ചെയ്തതുകൊണ്ട് ഈ യെരുശലേം ദേവാലയത്തിൻ്റെ പണി നിന്നുപോയതായിട്ടാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യെരുശലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതിന് ശേഷം അടുത്ത 16 വർഷങ്ങളിലേക്ക് യാതൊരുവിധമായ പണിയും നടക്കാതെ വന്നു എന്നുള്ളതായ അവസ്ഥ നമ്മൾക്ക് ഈ എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾക്ക് കാണാം. എന്നാൽ 16 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ പ്രവാചകന്മാരായ ഹഗ്ഗായിയും അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത ലെസണിൽ പഠിക്കുവാൻ പോകുന്നതായ സെഖറിയാവിനെയും ദൈവം ഉണർത്തി തൻ്റെ മെസ്സേജ് അവർക്ക് നൽകി ഈ പട്ടണത്തിലുള്ളതായ ദേവാലയം പണിയുവാൻ വേണ്ടി അതിൻ്റെ ലീഡേഴ്സായിട്ട് ഈ സെരുബ്ബാബേലിനെയും അതുപോലെ തന്നെ പുരോഹിതനായ യോശുവയെയും പ്രത്യേകം അഭിഷേകത്തിൻ്റെ ശക്തിയോടുകൂടെ മുൻപോട്ട് പോകണം, നിങ്ങൾ പണിയണം എന്നുള്ളതായ ഉത്സാഹം കൊടുത്ത് ജനങ്ങളുടെ മധ്യത്തിൽ അവരെ ലീഡേഴ്സാക്കി തീർക്കുന്നതായ ഒരു ചിത്രമാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ യെരുശലേം ദേവാലയത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഈ ഹഗ്ഗായി പ്രവാചകനും അതുപോലെ തന്നെ സെഖറിയ പ്രവാചകനും ചേർന്ന് ഈ ലീഡേഴ്സായിട്ടുള്ളതായ സെരുബ്ബാബേലിനെയും യോശുവ പുരോഹിതനെയും ഉത്സാഹിപ്പിച്ച് ജനങ്ങളെല്ലാം അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആലയത്തിൻ്റെ പണി 4 വർഷം കൊണ്ട് ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പണി തീർത്തു എന്നാണ് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഈ 52,000 പേർ മാത്രമേ ഈ ബാബിലോണിൽ ഉണ്ടായിരുന്നുവോ എന്ന് ഉള്ളതായ ചോദ്യം. അല്ല, ബാബിലോണിൽ ഇസ്രായേൽ ജനങ്ങൾ കടന്നു ചെല്ലുകയും അവിടെ അവർ എസ്റ്റാബ്ലിഷ് ആകുകയും സ്ഥലങ്ങളും വീടുകളും ഒക്കെ വാങ്ങിച്ച് ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പലരും അവിടെ സെറ്റിലായതായ സമയത്താണ് തിരിച്ച് യെരുശലേമിലേക്ക് മടങ്ങിപ്പോരുക എന്നുള്ളതായ മെസ്സേജ് അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ 52,000 പേര് ഈ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. എന്നാൽ ബാക്കിയുള്ള അനേകർ അവിടെ തന്നെ സെറ്റിലായി എന്നുള്ളതായ ഒരു സത്യവും നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ സെറ്റിലായതായ ഒരു നല്ല വിഭാഗം യഹൂദന്മാർ ബാബിലോണിലും പേർഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. അവരവിടെ പാർക്കുമ്പോഴാണ് അവർക്കെതിരായിട്ട് ഹാമാൻ എന്നതായ ഒരു ലീഡർ എഴുന്നേൽക്കുകയും എന്നാൽ അവനിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ വേണ്ടി എസ്തേറിനെ ദൈവം ഉയർത്തുകയും ചെയ്തു എന്നുള്ളതായ ആ ചരിത്രം എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. ഇങ്ങനെ യെരുശലേം ദേവാലയത്തിൻ്റെ പണി നിന്നു കഴിഞ്ഞപ്പോൾ തുടർന്ന് ചെയ്യുവാനായിട്ട് കഴിയാതെ വന്നതായ അവസരത്തിൽ ഈ വന്നതായ ജനങ്ങളെല്ലാം അവരവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുവാനായിട്ട് പോകുന്ന ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് സ്വന്തമായ വീടുകൾ പണിയുന്നു, സ്വന്തമായ തോട്ടങ്ങളൊക്കെ ശേഖരിക്കുന്നു, അതൊക്കെ ബിൽഡ് ചെയ്യുന്നു, അതിനുവേണ്ടി ഉള്ളതായ താല്പര്യങ്ങൾ ചെയ്ത്
തോട്ടങ്ങളും വീടുകളുമൊക്കെ സമ്പാദിക്കുവാനും ഉണ്ടാക്കുവാനും തട്ടിട്ട പുരകൾ വീടുകൾ ഉണ്ടാക്കുവാനും ഒക്കെയും ശ്രമിക്കുന്നുവെന്ന് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവിടെ ജനങ്ങൾ മുൻപോട്ട് എങ്ങനെ പോകും, എങ്ങനെ ആലയം പണിയും എന്നറിയാതെ നിന്നപ്പോൾ ആണ് ഈ ഹഗ്ഗായി പ്രവാചകൻ മുൻപോട്ട് കടന്നു വരുന്നതും ഇവിടെ ദൈവത്തിങ്കിലേക്ക് ജനങ്ങളെ ആനയിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കേവലം 2 അധ്യായങ്ങൾ മാത്രമുള്ളതായ ഈ പുസ്തകത്തിൻ്റെ ചില വാക്യങ്ങൾ പരിമിതമായ ഈ സമയത്തിനുള്ളിൽ നമ്മൾക്ക് ഓടിച്ച് ഇവിടങ്ങളിലായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം കുറച്ചുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കാനുമായിട്ട് സാധിക്കും. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് ദാര്യാവേശ രാജാവിൻ്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി എന്നുള്ളതായ ഡേറ്റോട് കൂടിയാണ് ഈ പുസ്തകം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അന്നാണ് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായ ശെയല്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലിനും മഹാപുരോഹിതനായ യഹോസാദാക്കിൻ്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായത് എന്തെന്നാൽ യഹോവയുടെ അരുളപ്പാട് ഈ ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം ഇവർക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ഈ സമയത്തിൽ അൺസർട്ടനിറ്റി ഉള്ളതായ ഈ യെരുശലേം പട്ടണത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതായ വ്യക്തമായ ആ കാഴ്ചപ്പാടോടുകൂടെ ഹഗ്ഗായി പ്രവാചകൻ ഈ ലീഡേഴ്സിനെ ഉണർത്തുന്നതായ ചരിത്രമാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. 2-ാമത്തെ വാക്യം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, സൈന്യങ്ങൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ജനം പറയുന്നുവല്ലോ. ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ എന്നുള്ളതായ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഹഗ്ഗായി പ്രവാചകൻ ഈ ലീഡേഴ്സിനെ സമീപിക്കുന്നത്. എല്ലായ്പ്പോഴും മുൻപിൽ നിൽക്കുന്ന ലീഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ ദൈവം ഉണർത്തുകയും അവർക്ക് ദൈവത്തിൻ്റെ വഴികളെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ജനങ്ങൾ പുറകെ വരുന്നത്, അവരെ ഫോളോ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. മോശയുടെ ജീവിതത്തിലും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണ്. യഹോവ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു ക്രമത്തിലാണ് ലീഡേഴ്സ് എല്ലായ്പ്പോഴും മുൻപിൽ വളരെ ഉത്സാഹത്തോട് നിൽക്കേണ്ടതുകൊണ്ട് ഈ ലീഡേഴ്സായിട്ടുള്ളതായ സെരുബ്ബാബേലിനെയും അതുപോലെ തന്നെ യോശുവ പുരോഹിതനെയും ദൈവം ഉണർത്തുകയും ആലോചന അവരെ അറിയിക്കുകയും അവരുടെ സഹായത്തോടുകൂടെ തുടർന്നുള്ളതായ മറ്റുള്ള ആൾക്കാരെ എല്ലാവരെയും തോളോട് തോൾ ചേർത്ത് നിർത്തിക്കൊണ്ട് പണിയുവാനായിട്ടുള്ളതായ ഒരു സംരംഭമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങളുടെ വഴികളെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വഴികളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഈ ദൈവത്തിൻ്റെ ആലയം പണിവാൻ വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതായി നിങ്ങൾ ആ പണി നിർത്തിയിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ നിലങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം അവിടെ ശൂന്യമായി കിടക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അല്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതായ കാര്യമാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1-5 പറയുമ്പോൾ, നിങ്ങളുടെ വഴികളെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊയ്യുന്നുള്ളൂ, ഭക്ഷിച്ചിട്ട് തൃപ്തി വരുന്നില്ല, അതുപോലെ തന്നെ പാനം ചെയ്തിട്ട് തൃപ്തി വരുന്നില്ല. അങ്ങനെയുള്ളതായ അവസരങ്ങളൊക്കെയാണ് ദൈവം അവരെ ഓർപ്പിക്കുന്നത്. വസ്ത്രം ധരിച്ചിട്ടും കുളിർ മാറുന്നില്ല. അവിടെ കൂലിക്കാർ കൂലി ഓട്ടസഞ്ചിയിൽ ഇടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൂലി വാങ്ങിച്ചിട്ട് പോക്കറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കിഴുത്തയുള്ളതായ പോക്കറ്റാണ്, അല്ലെങ്കിൽ അത് ആ പണസഞ്ചി സൂക്ഷിക്കുന്നത് അതിന് കിഴുത്തയുള്ളതാകയാൽ അത് എങ്ങനെ താഴോട്ട് പോയി നഷ്ടപ്പെടുന്നുവോ അതുപോലെ തന്നെ ഓട്ടസഞ്ചിയിൽ പണം ഇടുന്നത് പോലെയാണ് നിങ്ങൾ കൂലി വാങ്ങിച്ചിട്ട് അതിൻ്റെ പണിക്കൂലിയായിട്ട് ഈ നിങ്ങളുടെ പണം ശേഖരിക്കുന്നത്. അതൊന്നും നിലനിൽക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതം അറിയാതെ
മറ്റൊരു വഴിക്ക് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പോകുന്നവരാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുകയില്ല എന്നുള്ളതായ കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. 1:9 പറയുന്നത്, നിങ്ങൾ അധികം കിട്ടും എന്ന് വിചാരിച്ചു, ഞാനോ അത് ഊതിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അധികം കിട്ടും എന്ന് വിചാരിച്ച് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നതായ ആളുകൾ അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അത് ഊതിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കാത്ത സമ്പാദ്യമായി തീർന്നു. ഇന്നത്തെ നമ്മളുടെ ജീവിതത്തിലും ഇന്നത്തെ കാലത്തും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. രാത്രിയെ പകലാക്കിക്കൊണ്ട് പണിയുന്നതായ അധ്വാനിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. എന്നാൽ ഒടുവിൽ വരുമ്പോൾ അവർക്കൊന്നും കയ്യിലില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് ഉള്ളതായ അവസരങ്ങൾ നമ്മൾക്ക് ചുറ്റുപാടും നോക്കിയാൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവം പറയുന്നത്, ഞാനോ അത് ഊതിക്കളഞ്ഞു. ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു ഊതിയാൽ അത് കയ്യിലിരിക്കുന്നത് എല്ലാം പാറിപ്പോകും, കാറ്റിൽ കൂടെ പാറിപ്പോകും, നമ്മൾക്കത് കാണുവാനേ സാധ്യമാകയില്ല എന്നാണ് പറയുന്നത്. അടുത്ത മറ്റൊരു കാര്യം പറയുന്നത് 1:10 പറയുന്നത്, നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞ് പെയ്യാതെ അടഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ആകാശത്തിൽ നിന്നും മഞ്ഞും മഴയും നമ്മൾക്ക് പെയ്യുന്നത്, ഭൂമി വിളവ് നൽകുന്നത്. എന്നാൽ നിങ്ങൾ നിമിത്തം, നിങ്ങളുടെ ഈ പ്രവർത്തന നിമിത്തം, നിങ്ങളുടെ ഈ ഉദാസീനത നിമിത്തം, നിങ്ങളുടെ ഈ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ പറയുന്നത്, ആകാശം മഞ്ഞ് പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അനുഭവം തരുന്നതും ഇല്ല. അപ്പോൾ ഭൂമി അനുഭവം തരണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഭൂമിയിൽ നിന്നും അനുഭവം നമ്മൾക്ക് ധാരാളമായിട്ട് ലഭിക്കും. അതാണ് പറയുന്നത്, 30, 60, 100 മേനി വിളവ് അബ്രഹാമിനും യാക്കോബിനും ഒക്കെ ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഇന്നത്തെ കാലത്തും അങ്ങനെ ഭൂമിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും നമ്മളുടെ കൈകൊണ്ട്, നമ്മളുടെ ജോലി കൊണ്ട്, നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അധ്വാനത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതായ പ്രതിഫലങ്ങൾ ഒക്കെയും അത് നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്നത് നമ്മളുടെ സൃഷ്ടിതാവായ ദൈവമാണ്. സകലത്തെയും നിയന്ത്രിക്കുന്ന കർത്താവാണ്. ആകാശത്തെ നിയന്ത്രിക്കുന്നവൻ, ഭൂമിയെ നിയന്ത്രിക്കുന്നവൻ, ചുറ്റുപാടുകളെയെല്ലാം നിയന്ത്രിക്കുന്നവനായ ദൈവത്തിന് വേണ്ടി നമ്മൾ മുൻപോട്ട് കാൽ വെച്ച് പ്രവർത്തിച്ചാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ അവൻ വളരെ വിശ്വസ്തയോടുകൂടി നമ്മളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. 1:11 അവിടെ പറഞ്ഞിരിക്കുന്നതായ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. സകല വിളവിന്മേലും വറുതിയെ വിളിച്ച് വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിളവൊക്കെ വളരെ ഭംഗിയായിട്ട് വന്നു, കൊയ്ത്തിൻ്റെ സമയമൊക്കെ ആകുന്നതിന് മുമ്പായിട്ട് വറുതിയെ വിളിച്ച് വരുത്തിയിരിക്കുന്നു. അതൊക്കെയും നശിപ്പിച്ച് കളഞ്ഞു, അതെല്ലാം തീർന്നു പോയിരിക്കുന്നതായ അവസ്ഥ. ഇപ്പോൾ ഫറവോൻ്റെ കാലത്ത് നമ്മൾ കേട്ടതാണ്, ഈ ആകാശത്ത് നിന്നും മഴയൊക്കെ പെയ്ത് സകലവും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അത് മനുഷ്യരുടെ കൺട്രോളിൽ ഇല്ലാതെ, ദൈവത്തെ പ്രസാദിപ്പിക്കാതെ, ദൈവത്തിന് വേണ്ടി നിൽക്കാതെ ഇരിക്കുന്നതായ ജനത്തിൻ്റെ മേൽ ഇതുപോലെയുള്ളതായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവമാണ് നമ്മളുടെ അനുഗ്രഹങ്ങളെ തരുന്നവൻ, ദൈവമാണ് നമ്മൾക്ക് വേണ്ടി നല്ല വിളവ് തരുന്നവൻ. 30, 60, 100 മേനിയുമായിട്ട് വിളവ് തരുന്നത് നമ്മളുടെ കർത്താവാണ് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് മുൻപോട്ട് പോയാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദി ടൈം ഹാസ് നോട്ട് കം എന്നാണ് ജനങ്ങൾ പറയുന്നത്. ദൈവത്തിൻ്റെ ആലയം പണിയുവാനായിട്ട് സമയം വന്നിട്ടില്ല എന്നാണ് ജനങ്ങൾ തുടർന്ന് പറയുവാനായിട്ട് തുടങ്ങിയത്. ഞങ്ങൾ അവിടെ നിന്നും വളരെ കഷ്ടപ്പെട്ട് വന്നു, ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായിരുന്നു, 50,000 പേര് ഇവിടെ വന്നു, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടു, ഇതാ ശത്രുക്കൾ ഞങ്ങൾക്കെതിരായിട്ട് വന്നിരിക്കുന്നു, ആ പണി നിന്നിരിക്കുന്നു, ഇനിയും
ഒരു അൺസർട്ടനിറ്റിയിലേക്ക് അവർ നീങ്ങിയിരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഹിതമല്ലായിരിക്കും എന്നുള്ളതായ ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്ന് അൺസർട്ടനിറ്റിയിലേക്ക് അവർ മുൻപോട്ട് പോകുന്നതായ ഒരു ജനത്തെയാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. അപ്പോഴാണ് അവർ ഒരു എക്സ്ക്യൂസ് പറയുന്നത്. എന്താണ്? ദി ടൈം ഹാസ് നോട്ട് കം. ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിനുള്ളതായ സമയം വന്നിട്ടില്ല എന്നുള്ളതായ ആ ഡേഞ്ചറസ് ആയിട്ടുള്ളതായ മൈൻഡ് സെറ്റ് അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് വന്നിട്ട് ഈ ആലയത്തിൻ്റെ പണി ഡിലേ ആക്കിക്കൊണ്ട് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് അവരുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോകുന്നതായ ഒരു ജനത്തെയാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ സമയങ്ങളിൽ. മറ്റൊരു സത്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ റിസോഴ്സസ് സഫിഷ്യൻ്റായിട്ട് ഇല്ലാതിരുന്നു. അവർക്ക് ആയുധങ്ങളില്ല, കുതിരകളില്ല, സൈന്യമില്ല, അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസും ഒക്കെ വേണ്ടതുപോലെ എടുക്കുന്നതിനുള്ളതായ സൗകര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ റിസോഴ്സസ് ഒന്നും അധികം ഇല്ലാത്തതായ ഒരു സമയമായിരുന്നു. പിന്നീട് മറ്റൊരു എക്സ്ക്യൂസ് അവർക്ക് പറയുവാനായിട്ടുള്ളത്, സർക്കംസ്റ്റാൻസ് വളരെ ഡിഫിക്കൽട്ടാണ്. ഞങ്ങൾ പണി തുടങ്ങുമ്പോൾ ചുറ്റുപാടുമുള്ളതായ ശക്തന്മാരായ രാജാക്കന്മാരും അയൽ രാജ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എതിരായിട്ട് കടന്നു വരുന്നു, ഞങ്ങളെ ഉപദ്രവിക്കുന്നു, ഞങ്ങളെ ഓടിച്ചു കളയുവാനായിട്ട് ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് എതിരായിട്ട് കംപ്ലയിൻസ് ഈ ബാബിലോണിലെ രാജാക്കന്മാർക്ക് കൊടുക്കുന്നു. മുതലായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ലക്ഷറി ലൈഫിലേക്ക് അവരുടെ ഫോക്കസിനെ തിരിക്കുകയാണ്. ഇനിയും എന്നാൽ ആലയത്തിൻ്റെ പണി അവിടെ നിൽക്കട്ടെ, നമ്മളുടെ വീടുകൾ പണിയാം, നമ്മളുടെ തട്ടിട്ട വീടുകൾ പണിയാം, പാനൽ അടിച്ചതായ വീടുകളൊക്കെ പണിയാം, തോട്ടങ്ങളൊക്കെ വാങ്ങിക്കാം, ശേഖരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് ജനങ്ങൾ ദൈവത്തിൽ നിന്നും തിരിഞ്ഞ് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതായ ഒരു കൂട്ടം ജനത്തെയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ദൈവത്തിൻ്റെ ആലയം പണിക്ക് വേണ്ടി യെരുശലേമിലേക്ക് ഈ കോരേശ് രാജാവ് അനുവാദത്തോടുകൂടെ അയച്ചതായ ജനം അവരുടെ ഫോക്കസ് മാറി, അവരുടെ പ്രയോറിറ്റി മാറി എന്നുള്ളതായ കാര്യമാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. എന്നാൽ അവിടെ ഈ മധ്യത്തിലും അൺസർട്ടനിറ്റിയുടെ മധ്യത്തിൽ ഈ ജനങ്ങളുടെ ഫോക്കസ് മാറിയപ്പോഴും ദൈവത്തിൻ്റെ ഡിവൈൻ ഡിറക്ഷനുമായിട്ട് ദൈവം തൻ്റെ ദാസനെ അവിടേക്ക് അയക്കുകയാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നതായ ഹഗ്ഗായി അങ്ങനെയുള്ളതായ ഒരു ദൈവദാസനാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഹഗ്ഗായി എന്ന് പറയുന്നത് പ്രവാസത്തിന് ശേഷം കടന്നു വന്നതായ ഒരു പ്രവചന ശുശ്രൂഷയോടുകൂടെ കടന്നു വന്നതായ ദൈവദാസനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാസത്തിന് ശേഷമുള്ളതായ ഈ പ്രവാചകന്മാരാണ് ഈ ഹഗ്ഗായി പ്രവാചകന്, അതുപോലെ തന്നെ അടുത്ത സഖറിയ പ്രവാചകന്, അതായത് അടുത്ത മലാഖി പ്രവാചകൻ എന്നിവരൊക്കെ പ്രവാസത്തിന് ശേഷമുള്ളതായ പ്രവാചകന്മാരാണ്. ഇതോടുകൂടെ ഈ പുതിയ നിയമത്തിനോട് വളരെ അടുത്ത് വരികയും അടുത്ത ചാപ്റ്റർ പുതിയ നിയമത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നതായ ഒരു വാതിലും വഴിയുമാണ് നമ്മൾ ഉടനെ കാണുവാനായിട്ട് പോകുന്നത്. അങ്ങനെ പുതിയ നിയമത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് ഇനിയും അടുത്തതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ ഇങ്ങനെയുള്ളതായ അവസരത്തിൽ യഹോവയുടെ നിയോഗത്തിന് തക്കവണ്ണം സെരുബ്ബാബേലും യോശുവയും യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചു. ലീഡേഴ്സ് ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ച് ജനങ്ങളെയെല്ലാം ഒന്നിച്ച് നിർത്തിയപ്പോൾ അവർ എല്ലാവരും ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും സെരുബ്ബാബേലിൻ്റെയും അതുപോലെ തന്നെ യോശുവ പുരോഹിതൻ്റെയും മനസ്സ് ഉണർത്തുകയും അതിനോട് ചേർന്ന് അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അവരുടെ പോയതായ ധൈര്യമൊക്കെ, ചോർന്നു പോയതായ ധൈര്യം ഒക്കെ തിരിച്ചു വന്നതായിട്ട് കാണുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവർ ശക്തിപ്പെട്ടു, ബലപ്പെട്ടു, ദൈവത്തിൻ്റെ വചനത്താൽ അവർ ബലപ്പെട്ടു എന്ന് കാണുന്നു. അങ്ങനെ ഈ ആലയത്തിൻ്റെ പണി ഏകദേശം 4 വർഷങ്ങൾ കൊണ്ട് തീർത്തതായിട്ടാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ചാപ്റ്റർ 2 നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ കാണുന്നത് ഈ ആലയത്തിൻ്റെ ആദ്യത്തെ മഹത്വം കണ്ടതായ ഒരു വ്യക്തിയാണ് ഈ ഹഗ്ഗായി പ്രവാചകൻ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ യെരുശലേമിൽ നിന്നും ബാബിലോണിലേക്ക് പ്രവാസികളായി പോകുമ്പോൾ തന്നെ
ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നായ ഒരാൾ ആയിരുന്നു ഈ ഹഗ്ഗായി പ്രവാചകൻ. താൻ ശലോമോൻ പണിതതായ അന്നത്തെ ആ യെരുശലേമിലെ റിയലായിട്ടുള്ള ആ ആലയത്തിൻ്റെ മഹത്വം കണ്ട വ്യക്തിയാണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ 2:3 പറയുന്ന ഈ ആലയത്തിൻ്റെ ആദ്യ മഹത്വം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടുകൂടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഇപ്പോഴോ സെരുബ്ബാബേലേ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ആദ്യ മഹത്വം കണ്ടതായ ഒരു വ്യക്തിയാണ് ഈ ഹഗ്ഗായി പ്രവാചകൻ എന്ന് പറയുമ്പോൾ 70-75 വയസ്സ് എങ്കിലും മിനിമം ഉള്ളതായ ഒരു പ്രവാചകനാണ് ഇവിടെ ഈ ലീഡേഴ്സിനെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി ആ യെരുശലേമിൻ്റെ പണി പുതുക്കി പണിതാൻ വേണ്ടി അവരെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള അൺസർട്ടനിറ്റിയിൽ നിന്നും ജനങ്ങളെ അവരുടെ ഫോക്കസിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സഹായിച്ച ഒരു പ്രവാചകനാണ് ഈ ഹഗ്ഗായി പ്രവാചകൻ എന്ന് പറയുന്നത്. 2-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യത്തെ ശലോമോൻ പണിതതായ ആലയത്തെക്കാളും വളരെ മഹത്വം നിറഞ്ഞതായ ഒരു ആലയമാക്കി മാറ്റും എന്ന് അവരുടെ കാലത്ത് പറയുമ്പോൾ ഫ്യൂച്ചറിൽ ആ പ്രവചനം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യെരുശലേമിൽ മഹത്വം നിറഞ്ഞതായ ഒരു ആലയം പണിയപ്പെടും, അവിടെ മഹത്വം നിറഞ്ഞിരിക്കും എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. 2:18 നമ്മൾ നോക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ആലയം പണിയിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ 2:23 പറയുന്നത്, ഞാൻ നിന്നെ ഒരു മുദ്ര മോതിരമാക്കും എന്നുള്ളതായ വാചകങ്ങളാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഇന്ന് തൊട്ട് മുൻപോട്ട് ദൃഷ്ടി വയ്ക്കുവാൻ. കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ നഷ്ടപ്പെട്ടതായ സമയം ഒക്കെ വിട്ടിട്ട് മുൻപോട്ട് നോക്കുക, പഴയത് മറന്നിട്ട് മുൻപോട്ട് നോക്കുക. ഞാൻ ഇന്ന് മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വാക്കാണ്. ഒരുപക്ഷെ സമയം നഷ്ടപ്പെടുത്തിയേക്കാം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി അധികം പ്രവർത്തിപ്പാനായിട്ട് സാധിച്ചു ഇല്ല എന്നുള്ളതായ പരാതി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രശ്നമല്ല. ദൈവം അങ്ങനെ നമ്മളോട് കണക്ക് ചോദിക്കുന്നവനല്ല. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആലയം പണിയിൽ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മുതൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ് എന്നാണ് 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നത്. പ്രൈസ് ഗോഡ്. 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് മറ്റൊരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടതെന്നാൽ, ഒരുത്തൻ തൻ്റെ വസ്ത്രത്തിൻ്റെ കൊന്തലയ്ക്കൽ വിശുദ്ധ മാംസം ധരിച്ച് ആ കൊന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ എന്നുള്ളതായ ഒരു ചോദ്യമാണ് ഇവിടെ പ്രവാചകൻ ചോദിക്കുന്നത്. അതിന് പുരോഹിതന്മാർ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ എന്താണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്? അതിന് പുരോഹിതന്മാർ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഹഗ്ഗായി, ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നു എങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. അതിന് ഹഗ്ഗായി ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എൻ്റെ സന്നിധിയിൽ ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം
വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ, കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനായവൻ തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് സാക്രിഫൈസിനെ കുറിച്ച്, ആരാധനയെക്കുറിച്ച്, ദൈവ സന്നിധിയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച്, ദൈവപ്രസാദത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ ദൈവഹിതപ്രകാരം വിശുദ്ധിയോടുകൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ആരാധന മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ നാമധേയമായ ആരാധനകൾ ദൈവസന്നിധിയിൽ പ്രസാദകരം ആകയില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഈ പാപം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ്. പാപ സ്വഭാവങ്ങൾ വളരെ ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യും. ഒരാളത് കണ്ടു കഴിയുമ്പോൾ അത് ചെയ്യണമെന്നുള്ളതായ പ്രവണത വരും. സാത്താൻ അതിൽ പോലും അതിൻ്റെ പുറകെ നടന്ന് മനുഷ്യരെ പാപത്തിലേക്ക് ഇങ്ങനെ ആനയിച്ചു കൊണ്ടിരിക്കും. അവിടെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പാപത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് സ്പ്രെഡ് ഈസിലി ബട്ട് ഹോളിനെസ് നോട്ട്. എന്നാൽ ഒരു വിശുദ്ധിയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരണമെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ടാണ്. അവൻ ദൈവത്തിൻ്റെ സഹായം വേണം, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കണം, ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. ചിലതൊക്കെ വിട്ട് കളഞ്ഞെങ്കിൽ മാത്രമേ ആ വിശുദ്ധിയിലേക്ക് ഒരുത്തൻ വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാനായിട്ടും സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഈ ആരാധനയെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ശവം കൊണ്ടുള്ളതായ ഈ അശുദ്ധിയെക്കുറിച്ച് ഒക്കെ പറഞ്ഞപ്പോൾ, ദൈവസന്നിധിയിൽ വിശുദ്ധരായിട്ട് ജീവിക്കണമെങ്കിൽ വചനപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ അനുസരണത്തോടുകൂടെ, ഡെഡിക്കേഷനോടുകൂടെ ദൈവത്തെ ആരാധിക്കണം, ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. അപ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദകരമായിരിക്കുന്നത്. അതൊരു വിധത്തിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടി, നമ്മളൊരു സാക്രിഫൈസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം നാമധേയമായ ആരാധനകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധ്യമാകുകയില്ല എന്നുള്ളതാണ് ആ ഭാഗത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് കൊണ്ട് ദൈവം അവസാനിപ്പിച്ച് എന്ന ഒരു ദൈവമല്ല. ജഡ്ജ്മെൻ്റ് ഒരു സമയത്ത് പാപത്തിൻ്റെ ഫലമായിട്ട് ഉണ്ട് എങ്കിൽ തന്നെയും അതിനപ്പുറത്തായിട്ട് ദൈവത്തെ സേവിക്കുന്നവർക്ക് പ്രതിവിധിയായിട്ട്, അനുഗ്രഹമായിട്ട് ഞാൻ നിങ്ങളെ ഇന്ന് മുതൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ ആരെങ്കിലും ദൈവസന്നിധിയിൽ നിന്നും ഞാൻ അകന്നു നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ കേട്ടുകൊണ്ട് ഭയന്നു നിൽക്കുന്നു എങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ മെസ്സേജ് പറയുന്നത് ഇന്ന് മുതൽ ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്ന് രക്ഷാ ദിവസമാണ്. ആ ദിവസം മുതൽ, ഇന്ന് മുതൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് പകരുവാനായിട്ട് ദൈവം ശക്തനാണ്. ദൈവം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവനാണ്. ദൈവം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അതിനുവേണ്ടി ദൈവം വാതിലുകളെ തുറന്നു തരുന്ന ദൈവമാണ് എന്നുള്ളതാണ് ഈ വാക്യത്തിൽ നിന്നും, വചനത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത്. പ്രൈസ് ഗോഡ്. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എൻ്റെ ദാസനായി ശെയല്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത മുദ്രമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്താണ് ഈ മുദ്രമോതിരം എന്ന് പറയുന്നത്? മുദ്രമോതിരം എന്ന് പറയുമ്പോൾ രാജാക്കന്മാരുടെ വിരലുകളിൽ അണിഞ്ഞിട്ട് ആ മുദ്ര പതിപ്പിക്കുമ്പോൾ, അത് വാലിഡായി തീരുമ്പോൾ അത് അധികാരത്തെയാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രാജാക്കന്മാരുടെ കൈകൾ കിടക്കുന്ന മുദ്രമോതിരം പോലെ ഞാൻ നിനക്ക് അധികാരം പകർന്നു തരും. ആക്ച്വലി ഈ മുദ്രമോതിരം എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകലത്തിൻ്റെ മേലും അധികാരമുള്ള രാജാവായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് ഈ സത്യങ്ങളുടെ എല്ലാം മുകളിലായിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഇവിടെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും, ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവനെയും മറിച്ച് കളയും, കുതിരകളും പുറത്ത് കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ താൻ്റെ സഹോദരൻ്റെ വാളിനാൽ വീഴും. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഫ്യൂച്ചറിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നതായ ഒരു കാര്യമാണ്. സകല ജാതീയ രാജാക്കന്മാരെയും ജാതീയ ശക്തികളെയും മറിച്ചിട്ടുകൊണ്ട് രാജാക്കന്മാരുടെ രാജാവായിട്ട് സകല രാജാക്കന്മാരെയും അധികാരമുള്ളവനായ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് ഭരണമേൽക്കുമ്പോൾ അവൻ്റെ മേലാണ് ഈ മുദ്രമോതിരം ഉള്ളത് എന്ന് അതിൻ്റെ സിംബോളിക് അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണ്. ദാവീദ് രാജാവിൻ്റെ കയ്യിൽ ഉള്ളതായ മുദ്രമോതിരം, ശലോമിൻ്റെ കയ്യിലുള്ളതായ മുദ്രമോതിരം ഒക്കെ എന്ന് പറയുമ്പോൾ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ആദ്യത്തെ വരവിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിതാവിൽ നിന്നും സകല അധികാരവും പ്രാപിച്ചവനായിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാജാവായിട്ടുള്ള പ്രഖ്യാപനമാണ് ഈ കർത്താവിൻ്റെ ആ പ്രഖ്യാപനത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഈ മുദ്രമോതിരം എന്ന് പറയുമ്പോൾ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇവിടെ ഈ സെരുബ്ബാബേലിനെയും നമ്മൾ നോക്കുമ്പോൾ ഈ ദാവീദ് രാജാവിൻ്റെ ആ വംശാവലിയിൽ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. മത്തായി 1:12 ഈ സെരുബ്ബാബേലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശുവിൻ്റെ വംശാവലിയിൽ. ലൂക്കോസ് 3:27 അവിടെയും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സെരുബ്ബാബേലിൻ്റെ പേര് ആ വംശാവലിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സെരുബ്ബാബേൽ എന്ന് പറയുന്നതായ ഈ ഗവർണർ, അല്ലെങ്കിൽ ആലയം പണിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചതായ ഈ മനുഷ്യനെയും ദൈവത്തിൻ്റെ ഒരു മോതിരമായിട്ട് അഭാഗികമായിട്ട് സ്വർഗത്തിലെ അധികാരം അവന് കൊടുത്ത് ഈ ജനങ്ങളെ എല്ലാം ഒന്നിച്ചാക്കി ജനങ്ങളെ നയിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ ആക്കും എന്നുള്ളതായ ഉറപ്പ് കൊടുക്കുന്നതായ ചിത്രമാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സ്വർഗ രാജ്യത്തിൻ്റെ പൗരന്മാരായി തീർന്നതായ എല്ലാവരും രാജാക്കന്മാരാണ്, രാജകീയ പുരോഹിത വർഗമാണ്. കർത്താവിൻ്റെ അധികാരം ഭാഗികമായി നമ്മളുടെ മേൽ തന്നിരിക്കുകയാണ്. പാമ്പിൻ്റെ മേലും തേളിൻ്റെ മേലും ചവിട്ടുവാനുള്ള അധികാരം, പിശാചിനെ ഓവർകം ചെയ്യുന്നതിനുള്ളതായ ശക്തി ഒരു പരിധിവരെ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത് പറയുമ്പോൾ, ഈ ഞാൻ നിന്നെ മുദ്രമോതിരം ആക്കും എന്ന് പറയുന്നതായ ആ ചിത്രം നമ്മൾ മനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ട് ആ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ നിന്നും ശക്തിയെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമ്മൾക്ക് ധൈര്യം നൽകുന്നതായ വാക്കാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യോസേപ്പിൻ്റെ ചരിത്രം നമ്മൾക്കറിയാം. ഫറവോൻ്റെ കയ്യിലുള്ള മുദ്രമോതിരം എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ ഈ രാജ്യത്തിലെ നിയമങ്ങൾ മാറ്റി എഴുതുന്നതായ അധികാരം അവന് കൊടുത്തു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. മൊർദെഖായിയുടെ ചരിത്രം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കാം. അവിടെ എസ്തേറിൻ്റെ സമയത്ത് മൊർദെഖായിക്ക് രാജാവിൻ്റെ മുദ്രമോതിരം കൊടുത്തിട്ട് നീ ഈ നിയമങ്ങളൊക്കെ ജനത്തിൻ്റെ നിയമമൊക്കെ മാറ്റി എഴുതിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മേൽ മുദ്രമോതിരം കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. യെശയ്യാ പ്രവചനം 42:7 വാക്യം നോക്കുമ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരു വാക്യം നമ്മൾക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭാഗികമായിട്ട് യേശുക്രിസ്തുവിൻ്റെ വക്താക്കളായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെയും ലോകത്തിൻ്റെ വെളിച്ചമാക്കി തീർത്തുകൊണ്ട് നമ്മെയും ജാതികളുടെ പ്രകാശമാക്കി നമ്മളെ നിർത്തിയിരിക്കുന്നു ഓർക്കുമ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമ്മൾ കടപ്പെട്ടവരാണ്. അതിനുള്ളൊരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഈ ഹഗ്ഗായിയുടെ പ്രവചനം പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ജീവിതത്തിൽ അൺസർട്ടനിറ്റിയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മുൻപോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ പാടില്ലാതെ പല എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ട് അനിശ്ചിതത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ
ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ ശക്തീകരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം, ഈ വചനം നമുക്കും ശക്തി തരുന്നതാണ്, നമ്മളെയും ബലപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ദൈവത്തിങ്കിലേക്ക് ഈ ജനത്തെ നയിക്കുവാനും ഈ ദൈവത്തിൻ്റെ ആലയം പണിവാനും ഹഗ്ഗായി പ്രവാചകൻ്റെ ഈ വാക്കുകൾ ദൈവത്തിൻ്റെ അഭിഷക്തനായിട്ട് നിന്നുകൊണ്ട് സംസാരിച്ചത് മൂലം സാധിച്ചുവെങ്കിൽ ആ വചനം ഇന്നും ശക്തിയുള്ളതായിട്ട് ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും നമ്മളെ പ്രാപ്തരാക്കിക്കൊണ്ട് ദൈവിക ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി പ്രാപ്തരാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഫോക്കസ് ഒരിക്കലും നിന്നു പോകരുത്. എല്ലായ്പ്പോഴും കർത്താവിൻ്റെ വഴിയിൽ അധ്വാനിക്കുവാൻ, നമ്മളാൽ ആവോളം കർത്താവിന് വേണ്ടി പ്രകാശമായി നിൽക്കുവാൻ, അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രോമിസ്, ഞാൻ നിൻ്റെ കാര്യം നോക്കിക്കൊള്ളാം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രോമിസ്. അപ്പോൾ ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വാക്കാണ്. ആരെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെങ്കിൽ, അൺസർട്ടനിറ്റി ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ, ഈ ദൈവത്തിൻ്റെ ഈ പ്രോമിസ് ഏറ്റെടുക്കുക. ഇന്ന് മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കും. ഈ സാത്താൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളുണ്ട്, ദൈവം തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അനുഗ്രഹത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരായിട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മളുടെ മേൽ വർഷിപ്പിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനമായിട്ട് ഇന്നും നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നമ്മളുടെ രാജാതിരാജാവായ യേശു പഠിപ്പിച്ചത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് സകലവും ലഭിക്കും. അപ്പോൾ ഈ യഹൂദന്മാർ ഈ യെരുശലേമിലേക്ക് കടന്നു വന്നു. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ സിറ്റുവേഷൻസൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ, അവരുടെ ഫോക്കസൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ, അവരുടെ കാര്യങ്ങളൊക്കെ പലതിലേക്ക് ചിതറിപ്പോയി എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ അവർ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ കരങ്ങളെ ബലപ്പെടുത്തി. അവരുടെ കയ്യിൽ റിസോഴ്സസ് അധികം ഇല്ലായെങ്കിൽ തന്നെയും ദൈവം അവർക്ക് റിസോഴ്സസ് നൽകി അത്ഭുതകരമായിട്ട് നടത്തി. നിൻ്റെയും ജീവിതത്തിൽ ആവശ്യമായ റിസോഴ്സസ് എനിക്കില്ല എന്നുള്ളതായ കംപ്ലൈൻറ്റ് ഉണ്ട് എങ്കിൽ ദൈവം സകലത്തിൻ്റെയും ഉടയവനാണ്, ആകാശത്തെ അവനാണ്, ഭൂമിക്ക് വിളവ് തരുന്നവൻ അവനാണ്, നമ്മളുടെ കൈകളെ ബലപ്പെടുത്തുന്നവനും കൈകളെ സാധ്യമാക്കി തരുന്നവനും അവനാണ്. അവൻ നമ്മൾക്ക് റിസോഴ്സസ് തക്ക സമയത്ത് നൽകി തന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ ഹഗ്ഗായി പ്രവചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ ഉത്സാഹരായിരിക്കണം. നമ്മളുടെ ഫോക്കസ് മാറിപ്പോകരുത്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നുള്ളതായ പ്രോമിസ് ഈ രാജ്യത്തിലും, അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനോഹര വസ്തു എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതായ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ആലയം, യെരുശലേമിൽ പണിയുന്നതായ ആ ആലയം ഏറ്റവും മനോഹരമായിരിക്കും. അവിടെ നമ്മൾക്കൊരു സ്ഥാനമുണ്ട്, നമ്മളും അവിടെ സന്തോഷിക്കും എന്നാണ് ഫ്യൂച്ചറിലും ഈ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വചനത്താൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവിടെ ചുരുക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾക്ക് വീണ്ടും കാണാം. സെഖര്യാവിൻ്റെ പുസ്തകമായിരിക്കും നമ്മൾ അടുത്ത ആഴ്ച പഠിക്കുന്നത്. പ്രൈസ് ഗോഡ്.